അങ്ങനെ കൂലി കണ്ടു. വളരെ മോശം അഭിപ്രായമാണ് എൻ്റെത്. ഈ രജനികാന്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റൈലും ബി ജി എമ്മും അതൊക്കെ ആയിരിക്കുമല്ലോ. ബി ജി എം നമ്മൾ ജയിലറൊക്കെ കണ്ടതിൻ്റെ ഒരു ഒരു 1/4%, ഒരു 10% പോലും ഇല്ല. അവസാനം എന്തൊക്കെയോ തട്ടിക്കൂട്ടി എടുത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. വളരെ മോശം. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒന്നുമില്ല. പടത്തിൻ്റെ സ്റ്റോറി ഒക്കെ ആസ് യൂഷ്വൽ ഒരു പ്രഡിക്റ്റബിൾ സ്റ്റോറി തന്നെയാണ്, അതിൽ ഒരു മാറ്റവും ഇല്ല. ജയിലർ പടം തന്നെ പിന്നെ എടുത്തു വെച്ച പോലെ ഉണ്ട്. ജയിലറിൽ 2-3 ക്യാമിയോ കൊണ്ടുവരുന്നെങ്കിൽ ഇതിൽ 2-3 ക്യാമിയോ. പക്ഷെ ജയിലറുടെ ക്യാമിയോ എന്ന് പറയുമ്പോൾ മോഹൻലാലും മറ്റേ അങ്ങേരും കൂടെ പൊളിച്ചടുക്കിയിട്ടുണ്ടാവും. അതൊക്കെയാണ് പക്ക ക്യാമിയോ എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് ചുമ്മാ ക്യാമിയോ കൊണ്ടുവരാൻ വേണ്ടി ഒരു 2 ക്യാരക്ടർ എടുത്ത് വെച്ച പോലെ ഉണ്ട്. എൻ്റെ ദൈവമേ, ഇത്ര അതപ്പതിച്ച് പോയല്ലോ ലോകേഷ് എന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ വിഷമം തോന്നി. കാരണം ലോകേഷിന്റെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രമാത്രം എക്സ്പെക്ട് ചെയ്ത് പോകും. ഇത് ജയിലറിന്റെ ഒരു ഏകദേശം അതുപോലത്തെ ഒരു സ്റ്റോറി തന്നെ കേട്ടോ. ഫ്ലാഷ് ബാക്ക് ഒരെണ്ണം ഉണ്ടാവും, രജനീകാന്ത് ആരാന്ന് അറിയത്തില്ല. അങ്ങനെ ഇങ്ങനെ ഒരേ സാധനം തന്നെ തിരിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. എന്തോ പറയാനാ, നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും പോകുന്നത്. മ്യൂസിക് ഒരു ആവറേജ് ആണ്. കാരണം ഇതിനകത്ത് മാസ് കാണിക്കാനുള്ള മ്യൂസിക് ഇടാൻ എവിടെയും ഒരു സ്ഥലവും കാണിക്കുന്നുമില്ല. അവസാനം കുറച്ച് ഭാഗം കാണിക്കുന്നു, അതും അത്ര നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. പിന്നെ സ്ക്രീൻ പ്ലേ സ്റ്റോറി നമ്മൾ പ്രഡിക്റ്റബിൾ സ്റ്റോറിയാണ്, ഒരു റെഗുലർ പാറ്റേൺ. പക്ഷെ സൗബിനാണ് കിടിലമായിട്ട് ഇതിനെ പടത്തിൽ നമ്മൾ അഭിനയിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഒരു ഡ്രാമ ക്യാരക്ടർ പോലെയാണ് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നാഗാർജുന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു മോഡലിംഗ് ഫോട്ടോഷൂട്ട് പോലെയാണ് വന്നു പോകുന്നത്. കിടിലം ഡ്രസ്സും ഹെയർ സ്റ്റൈലും ഇട്ട് നമ്മുടെ പഴയ 90s നാഗാർജുനെ കണ്ട പോലെ തോന്നും. അത്രയും ലുക്ക് ആൻഡ് ഫീൽ കിടിലുമാണ് നാഗാർജുൻ്റെ. ബാക്കി ഉപേന്ദ്ര എന്ന് പറഞ്ഞ ഒരു സാധനം വരുന്നുണ്ട്. എൻ്റെ അമ്മോ, എന്തിനാണോ ആ ക്യാരക്ടർ അവിടെ വെച്ചത്, രജനീകാന്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നത്. അയ്യോ, അത് ഒരു ക്യാമിയോ തന്നെ, അത് വേണ്ടായിരുന്നു ആ ക്യാമിയോ. ആക്ച്വലി ഉപേന്ദ്രനെ കൊണ്ടുവന്ന് അവിടെ വെച്ചതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാവണില്ല. അതും ഒരു വേസ്റ്റ് ക്യാരക്ടറാണ്. പിന്നെ അമീർ ഖാന്റെ ക്യാമിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ, കോമഡി ഐറ്റം തന്നെയാണ് അമീർ ഖാൻ ആക്കി വെച്ചേക്കുന്നത് ഇതിനകത്ത് ഏറ്റവും മെയിൻ വില്ലൻ നമ്മൾ നാഗാർജുന എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷെ നാഗാർജുന ഒരു ഫോട്ടോഷൂട്ടും മോഡലിംഗിൽ കൊണ്ട് നിർത്തുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റ്മെന്റ് കേട്ടോ. നമ്മൾ വിചാരിച്ചതിൻ്റെ ഒരു പകുതി പോലും എത്തിയില്ല. എനിക്ക് വെച്ചാൽ നമുക്ക് ലാഗ് ചിലപ്പം തോന്നത്തില്ലായിരിക്കും കേട്ടോ. പക്ഷെ പ്രഡിക്റ്റബിൾ ആണ്, എല്ലാ സാധനവും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ നടന്നുകൊണ്ടിരിക്കും. സോ നമുക്ക് അവിടെ ഒരു വികാരവും ഇല്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. സോ മൊത്തത്തിൽ കൂലി ഭയങ്കര ഡിസപ്പോയിൻറ്റ്മെന്റ്.